ഇനി ബലൂണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കോഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്റ്റേജിൻ്റെ അളവുകളെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം. എങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ള കോഡ് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറുള്ളൂ. അതിനുവേണ്ടി മാത്രം ഞാൻ ഇവിടെ ഒന്ന് വന്ന് ചൂസ് എ സ്പ്രൈറ്റ് എടുക്കുന്നു. ഇത് ഗെയിമിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ചെയ്യുന്നതാണ്. ഞാൻ XY ഗ്രിഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ ഈ സ്റ്റേജിനെ XY ആക്സിസിൻ്റെ വാല്യൂസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ബലൂൺ എല്ലായ്പ്പോഴും താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം ഉയരേണ്ടത്. ഒപ്പം താഴെ നിന്ന് സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ പാടില്ല. താഴെ നിന്ന് ഉയർന്ന് ഏതാനും സെക്കൻഡുകൾ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് അത് മുകളിലേക്ക് പോയി കാണാതാവുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും അടുത്ത ബലൂണ് ഇതേ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഉയരുക എന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു വാല്യൂ കണക്കാക്കുമ്പോൾ Y ആക്സിസിലെ വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഗണ്ണ് ഏതാണ്ട് ഇവിടെ വരെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു -180 നമുക്കൊരിക്കലും വെക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒന്ന് ഗണ്ണിൻ്റെ ആംഗിളൊന്ന് മാറ്റുന്നുണ്ട്. ഗണ്ണിൻ്റെ ആംഗിളൊന്ന് ഞാൻ 90 ഡിഗ്രിയിലേക്ക്, ഏതാണ്ട് ഒരു 90 ഡിഗ്രിയിലേക്ക് ഞാൻ കൊണ്ടുവന്നൊന്ന് വെക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് കാണാൻ വേണ്ടി മാത്രമാണ്, വാല്യൂ കാണാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഞാൻ ബലൂണിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു -100 വരെ നമുക്ക് ഈ ഗണ്ണിൻ്റെ ബാരൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്കായിരിക്കണം എപ്പോഴും ബലൂണ് വരേണ്ടത് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഗണ്ണ് താഴത്തോട്ടാക്കിയതിന് ശേഷം നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു -100 അല്ലെങ്കിൽ 97 എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ -107 ആണ് കൊടുത്തിട്ടുള്ളത്, 107 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗണ്ണിൻ്റെ പ്ലേസ് ഒന്ന് താഴോട്ട് നമ്മൾ മാറ്റേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ കൊടുത്താലും മതിയാവും, വാല്യൂ മാറ്റി കൊടുത്താലും മതിയാവും. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബുള്ളറ്റിലേക്ക് ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ബുള്ളറ്റ് പക്ഷേ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഗണ്ണിനെക്കാട്ടിലും കുറച്ചുകൂടി താഴ്ന്നാണ് ബുള്ളറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് 107 കൊടുത്താലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇനി ഗ്ലൈഡ് ചെയ്യേണ്ടത് X ആക്സിസിലാണ് മാറ്റം ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ നോക്കുക. കാരണം വൈയുടെ വാല്യൂ അല്ല അവിടെ മാറുന്നത്. വൈയുടെ വാല്യൂ മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്ലസ് വാല്യൂവിലേക്ക് പോകണം. പ്ലസ് വാല്യൂ വൈയുടേത് വരുന്നത് നമ്മൾ ഒരു 180 തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് വരെ അത് പോയതിന് ശേഷമായിരിക്കും അടുത്ത ബലൂണ് വരിക. അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് നമുക്കൊരു വാല്യൂ ഏതാണ്ട് ഇവിടെ വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു 165 നമുക്ക് കൊടുക്കാം. 165 കൊടുക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കാണാതായിട്ട് അടുത്ത ബലൂണ് വരുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ വൈയുടെ വാല്യൂ എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ് ഒരു -107 നിന്നും ഒരു +165 നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ് വാല്യൂ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ട് നൽകാതിരിക്കുകയാണ് നല്ലത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂ ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൈനസ് വാല്യൂ ആണെങ്കിൽ ഒരു 200 കൊടുത്തു, അവിടെ നിന്ന് +200 എന്ന് പറയുമ്പോൾ ഇതൊരു പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എല്ലായ്പ്പോഴും ഈ ബലൂൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവുക. അതായത് എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് ഈ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ബലൂൺ ഏത് രീതിയിൽ പോകും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. അപ്പോൾ ഗെയിമിൻ്റെ ഒരു രീതി അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് കുറച്ച് കുറയുന്നൊരവസ്ഥ വരും. ഗെയിം കുറച്ച് രസകരമാവുന്നത് അതിൻ്റെ ഈ ഒരു ലെവൽ കൂടുന്ന സമയത്താണ്. ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്ന സമയത്താണ് നമുക്ക് ഗെയിം കുറച്ചും കൂടെ രസകരമായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റാൻഡമായിട്ട് എക്സ് വാല്യൂ സെലക്റ്റഡ് ആവുന്നത് പോലെയാണ്.
അവിടെ നമുക്ക് ഏറ്റവും അറ്റത്തേക്ക് -240 കൊടുത്താൽ എന്തുണ്ടാവും? ഇവിടെ നോക്കിയാൽ അറിയാം ബലൂണിൻ്റെ പകുതി പുറത്തേക്ക് പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു -210 അഥവാ -210 മുതൽ +210 വരെയുള്ള ഒരു വാല്യൂവിൻ്റെ ഇടയിലായിട്ട് ബലൂണ് ഗ്ലൈഡ് ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ ഇനി കോഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വ്യക്തമാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഗ്രാഫ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഗ്രാഫ് ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ബാക്ക് ഡ്രോപ്പിലേക്ക് പോകുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്ത് അവിടെയുള്ള ട്രാഷ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും നമുക്കിത് ഈ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ കോഡ് എന്നുള്ള ഭാഗത്തേക്ക് ടാബിലേക്ക് വരികയാണ്. ഇവിടെ വീണ്ടും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്കഡ് നമ്മൾ എടുത്ത് വയ്ക്കുന്നു. ഇനിയുള്ളത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സൈസ് 50 എന്നാക്കിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഇത് കളിക്കുന്ന വ്യക്തികളെ സ്ക്രാച്ചിൽ തന്നെയാണ് എടുത്ത് കളിക്കുന്നതെങ്കിൽ കൈ തട്ടിയിട്ടെങ്ങാനും ഈ വാല്യൂ മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ബലൂണിൻ്റെ വാല്യൂ സൈസ് സെയിം ആയിട്ട് വരണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനുള്ളൊരു കോഡും കൂടി ഇവിടെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ലുക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ലുക്സിലേക്ക് പോയാൽ മതി. ലുക്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് സൈസ് ബൈ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അല്ലെങ്കിൽ സെറ്റ് സൈസ് ടു എന്ന് പറഞ്ഞിട്ടൊരു പെർസെൻറ്റേജ് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ബലൂൺ ഏത് വലുപ്പത്തിലായാലും അതിൻ്റെ പകുതി വലുപ്പത്തിലേക്ക് വരിക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പെർസെൻറ്റേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് സൈസ് ടു 100% എന്നുള്ളതിൽ ആ 100 മാറ്റി നമ്മൾ 50% എന്നുള്ളത് കൊടുക്കുകയാണ്. പക്ഷേ ഇത് സിംഗിൾ ടൈം മാത്രം, ഒരു തവണ മാത്രമാണ് ഇത് വർക്ക് ആവേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കേണ്ടത് നേരെ താഴെ ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുന്നോ അപ്പോൾ അതിൻ്റെ സൈസ് 50% നിൽക്കണം. ഇനിയുള്ളത് ഇതിൻ്റെ മൂവ്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. അത് എല്ലായ്പ്പോഴും കോഡ് വർക്ക് ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൺട്രോളിൽ നിന്നും ഫോർ എന്ന ലൂപ്പ് എടുക്കുകയാണ്. ഇനി ബലൂൺ എല്ലായ്പ്പോഴും എന്തുണ്ടാവണം? ആദ്യം താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ എക്സിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് കാണാതെ പോവുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ടത് മോഷൻ എന്ന ടാബാണ് എന്ന് എല്ലാവർക്കും അറിയാം. മോഷൻ ടാബിലെ ഗോ ടു XY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാം. ഈ ഒരു ബ്ലോക്കാണ് നമ്മളെടുത്ത് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ബ്ലോക്ക് ഒന്ന് എടുത്ത് ഇവിടേക്ക് വയ്ക്കുന്നു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ Y വാല്യൂ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ടൊരു വാല്യൂ കൊടുക്കുകയാണ്. അതുകൊണ്ട് വൈയുടെ വാല്യൂ നമ്മൾ ആദ്യം പറഞ്ഞു താഴത്ത് നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് വൈയുടെ വാല്യൂ -107 എന്ന് ഞാൻ കൊടുക്കുകയാണ്. പക്ഷേ എക്സിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു -210 മുതൽ +210 വരെ റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം മാത്തമാറ്റിക്കലായിട്ടുള്ള കോഡുകൾ നൽകേണ്ട സമയത്ത് നമ്മൾ എടുക്കുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടാബാണ്. ഓപ്പറേറ്റേഴ്സിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പിക്ക് റാൻഡം 1 to 10 എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണാം. പിക്ക് റാൻഡമായിട്ട് അഥവാ ഒരു ക്രമരഹിതമായ രീതിയിൽ 1 മുതൽ 10 വരെയുള്ള വാല്യൂവിൽ ഏത് വേണമെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണാം. നമുക്ക് ഇതിനെയാണ് ഒന്ന് മാറ്റം വരുത്തേണ്ടത്. ഞാനതൊന്ന് എടുത്ത് ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ വാല്യൂ -210 മുതൽ +210 വരെ എന്ന വാല്യൂവിനെ മാറ്റുകയാണ്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമുള്ളൂ. ഇവിടെ എക്സിൻ്റെ വാല്യൂ -104 എന്ന് കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗോ ടു എക്സ് പിക്ക് റാൻഡം -210 മുതൽ +210 വരെ വൈയുടെ വാല്യൂ -107. ഇതൊരു കോഡായിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ഒരു കോഡും കൂടെ ആവശ്യമുണ്ട്. കാരണം എന്താ, ഇത് ജസ്റ്റ് ആദ്യം ഇത് പ്രത്യക്ഷപ്പെടേണ്ടത് എവിടെ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ -210നും +210നും ഇടയിൽ എവിടെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. പക്ഷേ വൈ എപ്പോഴും എന്തായിരിക്കും -107. ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. അത് ഇവിടെ നിന്ന് ഈ ഭാഗം വരെ എവിടെ വേണമെങ്കിലും ആകാം. ഇനി അപ്പോൾ നമുക്ക് ഗ്ലൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടെ അവിടെ കൊടുക്കേണ്ടതുണ്ട്. വീണ്ടും ഞാൻ
മോഷനിലേക്ക് പോകുന്നു. ഇവിടെ ഗോ ടു എക്സ് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 2 ഓപ്ഷൻ, ഗ്ലൈഡ് 1 സെക്കൻഡ് ടു റാൻഡം പൊസിഷൻ എന്നുണ്ട്. അപ്പോൾ റാൻഡമായിട്ട് അത് പോകും. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകേണ്ട ബലൂൺ ചിലപ്പോൾ താഴേക്കും വരാം. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെയുള്ള ബ്ലോക്കാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചു. ഇവിടെ നമുക്ക് ബലൂൺ പോകുന്ന വേഗത നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എത്ര സെക്കൻഡ് കൊണ്ട് ഇത് ഗ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് എത്തണം എന്നുള്ളത് അനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും. നമുക്ക് 2 വെക്കാം, 4 വെക്കാം. അതൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പോൾ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ 2 വെക്കുന്നത്. നമുക്ക് 3 4 അത് മാറ്റാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേഗത കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കുറച്ചാൽ വേഗത കൂടും. ഇതിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ബലൂൺ പറന്നു പോകുന്നതിൻ്റെ വേഗത കുറയും. അപ്പോൾ വിപരീത അനുപാതത്തിലാണ് അത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെയുള്ള ഒരു കോഡ് കൂടിയാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഈ ഒരു കോഡ് ഒന്ന് പുറത്തേക്ക് ആദ്യം വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഒരേപോലെയുള്ള വാല്യൂ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ എടുത്ത് വെച്ച് അത് ഞാൻ 2 എക്സ് വാല്യൂവിൻ്റെ അവിടെ കൊടുക്കുന്നു. ഇനി വൈ വാല്യൂ മാത്രമാണ് മാറ്റം വരുന്നത്. വൈയുടെ തുടക്കത്തിൽ -107 എന്നാൽ അത് ഉയർന്നു പോകേണ്ടത് +165 വരെയാണ് ഞാൻ വെക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ +165 കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ഞാനൊന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പോൾ ബലൂൺ വരുന്നതിനും പറന്നു പോകുന്നതിനുമുള്ള കോഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ തൽക്കാലം ഫോർഎവറിൻ്റെ അകത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എപ്പോഴാണോ ഈ ബലൂണിലേക്ക് ബുള്ളറ്റ് വന്ന് തട്ടുന്നത് ആ സമയത്ത് എന്തുണ്ടാവണം? ബലൂണ് പൊട്ടുന്ന സൗണ്ട് വരികയും അവിടെ സ്കോർ ഒന്ന് കൂടുകയും ബലൂൺ കാണാതാവുകയും പിന്നീട് പുതിയ ബലൂണ് വരികയും ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കോഡ് കൂടി എടുക്കുകയാണ്. ഇവിടെ വീണ്ടും കൺട്രോളിലേക്ക് പോയിട്ട് കൺട്രോളിലേക്കല്ല ഇവൻറ്റ്സിലേക്ക് പോയി വെൻ ഫ്ലാഗ് ക്ലിക്കഡ് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്ഥിരമായി പ്രവർത്തിക്കേണ്ട കോഡുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫോർഎവർ എന്നൊരു ലൂപ്പ് കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കോഡ് തയ്യാറാക്കുന്നത്. പ്രധാന കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബുള്ളറ്റ് എപ്പോഴാണോ ബലൂണിൽ ഏതെങ്കിലും ഒരു ബലൂണിലേക്ക്, നമ്മളിപ്പോൾ കൊടുക്കുന്നത് ബ്ലൂ ബലൂണിൻ്റെ ആയതുകൊണ്ടാണ് നീല ബലൂണിൻ്റെ വെച്ച് ഞാൻ പറയുന്നത്, ഈ നീല ബലൂണിലേക്ക് എപ്പോഴാണോ തട്ടുന്നത് അന്നേരം ഇതിൻ്റെ കോസ്റ്റ്യൂം മാറി നമ്മൾ വരച്ച് ചേർത്ത കോസ്റ്റ്യൂമിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഈഫ് ദെൻ എന്ന ഒരു ലൂപ്പ്, അവിടെ ഒരു കൺട്രോളിങ് ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴാണോ ഇത് ടച്ച് ചെയ്യുന്നത്, അപ്പോൾ എപ്പോഴാണോ ടച്ച് ചെയ്യുന്നത്, ടച്ചിങ് എന്ന് പറയുമ്പോൾ സെൻസിങ്ങിലാണ് വരിക എന്നറിയാം. ഇവിടെ ടച്ചിങ് മൗസ് പോയിൻ്റർ മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്, അത് തന്നെ എടുക്കുന്നു. അവിടെ ടച്ചിങ് മൗസ് പോയിൻ്റർ എന്നുള്ളത് ഞാനിവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റ് എന്ന് മാറ്റുകയാണ്. അത് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കുന്നു. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്യണം. ലുക്സിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ ലുക്സിലാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ലുക്സിലേക്ക് പോകുന്നു. അവിടെ സ്വിച്ച് കോസ്റ്റ്യൂം 2 എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് കാണാം. ഞാൻ ആ ബ്ലോക്ക് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അത് ഞാൻ ഇഫ് ദെൻ എന്ന് പറയുന്ന ആ ലൂപ്പിനുള്ളിലേക്ക് വയ്ക്കുന്നു. ഇവിടെ നമുക്കൊന്നുകൂടി ഉറപ്പാക്കേണ്ടതുണ്ട്, ബലൂൺ സ്വിച്ച് ചെയ്യേണ്ടത് 2ാമത്തെ കോസ്റ്റ്യൂമിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് പേര് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കോസ്റ്റ്യൂമിലേക്ക് പോയാൽ മതി. ഇവിടെ നോക്കിയാൽ അറിയാം ബലൂൺ 1A2 എന്നുള്ളതാണ് 2ാമത്തത്. അപ്പോൾ ഞാൻ വീണ്ടും കോഡിലേക്ക് വന്ന് നോക്കുകയാണ്. അതെ, ബലൂൺ 1A2 എന്ന് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പോപ്പ് സൗണ്ട് കൂടി വരേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ റിപ്പ് സൗണ്ട് കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെയാണ് പോപ്പ് സൗണ്ടും കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ സൗണ്ട്സിലേക്ക് പോകുന്നു. ഇവിടെ പോപ്പ് സൗണ്ട് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതില്ല എന്നിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് എ സൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അവിടെ പോപ്പ് എന്ന് നമ്മളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഓപ്ഷൻസ് വന്ന് കാണാം.
ഇവിടെ ഈ പ്ലേ ബട്ടൻ്റെ അവിടെ നമ്മൾ മൗസ് പോയിന്റർ ജസ്റ്റ് കൊണ്ടുവന്നാൽ തന്നെ അതൊന്ന് പ്ലേ ആവുന്ന കാണാം. അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത് ജസ്റ്റ് ബലൂൺ പൊട്ടുന്ന ഈ ഒരു സൗണ്ടാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ തന്നെ അത് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. അത് ഇവിടെ സെലക്ഷനിലേക്ക് വന്നു. ഇനി അതിൻ്റെ കോഡ് നമുക്ക് ഇവിടെ ലഭിക്കും. അപ്പോൾ ഞാൻ സൗണ്ട്സിലേക്ക് പോകുന്നു. അവിടെ സ്റ്റാർട്ട് സൗണ്ട് എന്നുള്ളിടത്ത് പോപ്പ് എന്ന സെലക്ഷൻ വന്നിട്ടുണ്ട്. അതൊന്ന് എടുത്ത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വന്നാൽ ഉടനെ അതൊന്ന് കാണണം. ഒരു സെക്കൻഡോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമായിരിക്കും ഇത് പൊട്ടുന്നത് നമുക്ക് കാണുള്ളൂ. വളരെ പെട്ടെന്ന് പൊട്ടിയിട്ട് അത് കാണാനാവുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു സമയ ഗ്യാപ്പ് അവിടെ വെച്ചുകൊണ്ട് ഈ ബലൂണ് കാണാതാവാനുള്ള അഥവാ ഹൈഡ് ആവാനുള്ള കോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ നമ്മൾ ഹൈഡ് കൊടുത്താൽ എന്തുണ്ടാവും, ഈ ബലൂൺ മാറ്റം നമുക്ക് ചിലപ്പോൾ കാഴ്ചയ്ക്ക് വ്യക്തമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഞാൻ പോയിട്ട് കൺട്രോളിൽ നിന്നും വെയിറ്റ് 1 സെക്കൻഡ് എന്നുള്ളൊരു കോഡ് എടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഹൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈഡ് കാണുന്നത് ലുക്സിലാണ്. ലുക്സിൽ നിന്നും ഹൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ അവിടെ ഒരു ബ്ലോക്ക് കൂടെ എടുത്തിട്ട് വെയിറ്റിൻ്റെ താഴെയായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. പക്ഷേ വെയിറ്റ് നമുക്ക് 1 സെക്കൻഡ് ആവശ്യമില്ല, വളരെ സ്ലോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 0.05 സെക്കൻഡ് വളരെ ചെറിയൊരു സമയത്തേക്ക് മാത്രമേ അത് ആ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അതുകൂടി എന്ത് ചെയ്യുന്നു, സൗണ്ടിൻ്റെ താഴെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ വ്യക്തമാകും. നമ്മൾ എപ്പോഴാണോ ബുള്ളറ്റ് ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് രണ്ടാമത്തെ കോസ്റ്റ്യൂമിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ പോപ്പ് സൗണ്ട് വരുന്നു. 0.05 സെക്കൻഡിന് ശേഷം ആ ബലൂണ് അപ്രത്യക്ഷമാവുകയാണ്. ഇനി ഇത് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പുതിയ ബലൂണ് നമുക്ക് അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഗെയിം കളിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 1/2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇത് പൊട്ടി അപ്രത്യക്ഷമായി 1/2 സെക്കൻഡിന് ശേഷം നമുക്ക് എന്ത് വേണം, വീണ്ടും ബലൂണിൻ്റെ പുതിയ രൂപത്തിലേക്ക് അഥവാ ആദ്യത്തെ കോസ്റ്റ്യൂമിലേക്ക് ബലൂൺ മാറണം. ഒപ്പം നമുക്ക് സ്കോറ് 1 കൂടുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് കൺട്രോളിൽ നിന്നും വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്ന കോഡ് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ആ വെയിറ്റ് ഞാൻ 1 സെക്കൻഡിന് പകരം 0.5 അഥവാ 1/2 സെക്കൻഡ് ആക്കി മാറ്റുകയാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഈ സ്വിച്ച് കോസ്റ്റ്യൂം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത്. വേണമെങ്കിൽ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന രീതിയിലും ചെയ്യാം. ഞാൻ നേരിട്ട് ഇവിടെ തന്നെ എടുക്കുകയാണ്. ദ ലുക്സിൽ നിന്നും സ്വിച്ച് കോസ്റ്റ്യൂം എന്നുള്ളത് എടുക്കുന്നു. അത് ഇവിടെ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടാമത്തെ കോസ്റ്റ്യൂമാണ് സെലക്ഷനിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യത്തെ രൂപത്തിലേക്ക് എന്നുള്ള രീതിയിൽ ആദ്യത്തെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുകയാണ്. ഇനി അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, സ്കോർ 1 കൂടുകയും ചെയ്യണം. സ്കോർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണെന്നറിയാം. അപ്പോൾ വേരിയബിളിൻ്റെ അകത്താണ് ആ കോഡ് ഉണ്ടാവുക. അവിടെ ചേഞ്ച് വേരിയബിളിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ചേഞ്ച് ബുള്ളറ്റ്സ് ബൈ 1 എന്നാണ്. അപ്പോൾ ഞാൻ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബുള്ളറ്റ്സ് അല്ല നമുക്കിവിടെ മാറേണ്ടത്, സ്കോറാണ്. അതുകൊണ്ട് സ്കോർ ബൈ 1 എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ 1 എന്നുള്ളതിൽ മാറ്റം വരുത്തേണ്ടതില്ല. കാരണം എന്താണ്, പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. 1 വീതം കൂടുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ തന്നെ വയ്ക്കുന്നു. ഇത്രയും കാര്യം ഞാൻ നേരത്തെ നമ്മൾ ഇവിടെ ഈഫ് ദെൻ എന്നുള്ളത് തയ്യാറാക്കി വെച്ച ഹൈഡിൻ്റെ താഴെയായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഈഫ് ദെൻ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കണം, ഈ പറയുന്ന ഫോർ അവർ ലൂപ്പിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ആ കോഡൊന്ന് ഫിനിഷിംഗ് സെറ്റിലേക്ക്, ബലൂണിൻ്റെ കോഡ് ഫിനിഷിംഗ് സെറ്റിലേക്ക് എത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നവും കൂടാതെ ഇത് വർക്ക് ആവണമെങ്കിൽ 1-2 കോഡുകൾ കൂടി ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് അത് ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ കോഡിലേക്ക് പോവുകയാണ്. ബലൂണ് പ്രത്യക്ഷപ്പെടുന്നതും ഗ്ലൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കോഡ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി സ്വിച്ച് കോസ്റ്റ്യൂം ബലൂൺ 1A എന്ന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും
അഥവാ ആ ഒരു കോഡിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാലും നമുക്ക് എല്ലായ്പ്പോഴും ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അഥവാ ഗോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബലൂൺ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആദ്യത്തെ കോസ്റ്റ്യൂമിൽ തന്നെ ആയിരിക്കണം എന്ന് വരുന്നതിനായിട്ട് നമുക്ക് ഇവിടെ കൂടി എന്ത് ചെയ്ത് കൊടുക്കാം, സ്വിച്ച് കോസ്റ്റ്യൂം 2 എന്ന് പറയുന്ന ഈ ഒരു കോഡ് എടുത്ത് അതിലാദ്യത്തെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഒപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഒരു ഹൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് ഷോ എന്നുള്ള കോഡ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഷോ എന്ന് പറയുന്ന കോഡ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ആവും. ചേഞ്ച് ആയതിനു ശേഷം അത് പ്രത്യക്ഷപ്പെടണം. പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ഈ രീതിയിലുള്ള ഒരു XY വാല്യൂ വെച്ചായിരിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ കൊടുക്കാഞ്ഞത് ഈ ഒരു കോഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ നമ്മളിത് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതോടൊപ്പം തന്നെയുള്ളൊരു കാര്യമാണ്, ഇതേ ഷോ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാവുന്നതാണ്. അതായത് എപ്പോഴൊക്കെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, ബലൂൺ ഷോ ചെയ്യണം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബലൂൺ എല്ലാം ഷോ ചെയ്യണം എന്നുള്ളതിന് വൺ ടൈം വർക്കാവാൻ, ഒരു തവണ മാത്രം വർക്കാവാൻ 4 ഹവറിൻ്റെ പുറത്ത്, അകത്തല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, 4 ഹവറിൻ്റെ പുറത്ത് നമ്മളൊരു ഷോ എന്ന് പറയുന്ന ഒരു കോഡ് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബലൂണിൻ്റെ 2 സെറ്റായിട്ടുള്ള ബ്ലോക്കുകൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇത് ഒരു ബലൂണിൽ മാത്രമേ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ഇതേ കോഡുകൾ തന്നെ രണ്ടാമത്തെ ബലൂണിലേക്കും കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും അധികം കോഡുകൾ നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് ആദ്യം മുതൽ തയ്യാറാക്കേണ്ടതില്ല. നമുക്കതിനൊരു എളുപ്പവിദ്യയുണ്ട്. നമ്മളിതിൻ്റെ ആദ്യത്തെ ബ്ലോക്കിൽ അഥവാ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന ബ്ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ മുഴുവൻ കോഡുകൾ ഒരുമിച്ച് നമുക്ക് വലതുവശത്തേക്ക് കൊണ്ടുവന്ന് താഴെ ഏത് സ്പ്രൈറ്റിലേക്കാണോ അത് കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേർക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ സ്പ്രൈറ്റ് ഒന്ന് ഷെയ്ക്ക് ആവുന്നത്, ഒന്ന് ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിലേ കൊണ്ടുവന്ന് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതൊന്ന് ഇളകി. ആ ഇളകിയ സമയത്ത് ഞാൻ മൗസ് റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കോഡ് വീണ്ടും ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ബലൂൺ 2വിലേക്ക് അതിൻ്റെ ഒരു കോപ്പി കൂടി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. അത് ഇവിടെ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ കോപ്പി ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കോപ്പി ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട സ്പ്രൈറ്റ് ഏതാണോ അവിടെ കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് എന്നുള്ളത് കൊടുക്കാം. ഈ രീതിയിലും നമുക്ക് വേണ്ട മുഴുവൻ എൻറ്റയർ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് മുഴുവനായിട്ട് മറ്റൊരു സ്പ്രൈറ്റിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 കോഡിലും കോസ്റ്റ്യൂമിൻ്റെ നെയിം ബലൂൺ 1-നനുസരിച്ചാണ് കിടക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ബലൂൺ 1A-യും A2 ആണ് കിടക്കുന്നതെങ്കിൽ ബലൂൺ 2വിൻ്റെ കോസ്റ്റ്യൂം നെയിം എന്ന് പറയുന്നത് 1B-യും B2-മാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു മാറ്റം വരുത്താനുള്ളത്, എവിടെയൊക്കെയാണോ 1A കിടക്കുന്നത് അവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് 1B ആക്കേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ എവിടെയൊക്കെയാണോ 1A2 കിടക്കുന്നത് അവിടെയൊക്കെ B2 ആക്കി മാറ്റേണ്ടതുണ്ട്. അതല്ലെങ്കിൽ കോഡ് വർക്ക് ചെയ്യുകയില്ല, പ്രവർത്തിക്കുകയില്ല. കാരണം എന്താണ്, ആ കോഡിൽ കാണിച്ചിരിക്കുന്ന സ്പ്രൈറ്റ് ഇതല്ല, അത് ബലൂൺ 1ൻ്റെ നെയിമാണ് എന്നുള്ളതുകൊണ്ട് ഈ ബലൂൺ 2വിൽ ആ ഒരു പേരിൽ ഒരു കോസ്റ്റ്യൂമും ഇല്ലാത്തത് കൊണ്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ബാക്കി എല്ലാം നമുക്ക് ഒരേപോലെയാണ് 2 ബലൂണിലും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കേണ്ടതുണ്ട്. പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കേണ്ട സമയത്ത് എന്തെങ്കിലും എററുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് റെക്ടിഫൈ ചെയ്ത് അഥവാ അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കപ്പോൾ ഇവിടെ ഒന്ന് ഇത് പ്ലേ ആക്കി നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഫ്ലാഗ് ക്ലിക്കിൽ കൊടുക്കുകയാണ്. കൊടുത്തു, ഇത് മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്നത് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം മാറുന്നത് കാണാം. ഒപ്പം ബുള്ളറ്റിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. ഓരോ തവണ ഷൂട്ട് ചെയ്യുമ്പോഴും ഇവിടെ റേറ്റ് കൂടുന്നുണ്ട്.
ഇനി നമുക്ക് ഒരേ സമയം 2 ബലൂണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 സ്കോർ വീതം കൂടുന്നതായിട്ടും കൂടെയാണ് വരുന്നത്. കാരണം 2 ബലൂണിന് സെപ്പറേറ്റ് നമുക്ക് കോഡ് കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതേപോലെ ബലൂണിൻ്റെ ഒക്കെ സ്പീഡ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാനത് 0 ആക്കുന്നത് വരെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി 4 ബുള്ളറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗെയിം അവസാനിക്കുകയാണ് ചെയ്യേണ്ടത്. 1 ബുള്ളറ്റും കൂടെ ബാക്കിയുള്ളൂ. ഞാനതും കൂടെ ചെയ്തു. അപ്പോൾ എനിക്ക് 19 വന്നത്. ഇനി ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ബലൂണ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബുള്ളറ്റുകൾ വരുന്നില്ല. അപ്പോൾ ഞാനവിടെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യുകയാണ്. 19 സ്കോർ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പ്ലേ അടിക്കുമ്പോൾ അഥവാ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് 0 ആവുന്നു. തൊട്ടിപ്പുറത്തെ ബുള്ളറ്റ്സ് 20 ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത്രയുമാണ് നമ്മുടെ തന്നിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുക. നമുക്ക് എവിടെയെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രൈറ്റിൻ്റെ മാത്രം എടുത്ത് നോക്കി നമുക്ക് ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പാഠാവസാന ചോദ്യങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഇതിൽ നമുക്ക് തിയറി, പ്രാക്ടിക്കൽ 2 ഭാഗങ്ങളും കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് തിയറിയിലേക്ക് വരുന്ന 2 ചോദ്യങ്ങളാണ്. സ്ക്രാച്ചിൽ 2 സ്പ്രൈറ്റുകൾ തമ്മിൽ വിവര കൈമാറ്റം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ്, ഓപ്ഷൻ ബി ക്രിയേറ്റ് ക്ലോൺ, സി റിപ്പീറ്റ് അൺടിൽ, ഡി ഫോറെവർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മളിവിടെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്പ്രൈറ്റിൽ നിന്നും സ്പ്രൈറ്റിലേക്ക് വിവരം കൈമാറ്റം ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന സങ്കേതമാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം: സ്ക്രാച്ചിൽ ഒരു സ്പ്രൈറ്റിൻ്റെ സവിശേഷതകളുള്ള ഒന്നിലധികം സ്പ്രൈറ്റുകൾ തയ്യാറാക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന സങ്കേതം ഏതാണ് എന്നുള്ളതാണ്. നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത് ബുള്ളറ്റിൻ്റെ കാര്യം വരുമ്പോഴാണ്. ബുള്ളറ്റിൽ നമുക്ക് ഒന്നിലധികം രൂപങ്ങൾ, ഒരേ രീതിയിലുള്ള ഒരേ സവിശേഷതകളുള്ള ഒന്നിലധികം രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണെന്ന് നമുക്കറിയാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഓപ്ഷൻസിലേക്കൊന്ന് പോകാം. എ ബ്രോഡ്കാസ്റ്റ്, ബി ക്ലോൺ, സി റിപ്പീറ്റ് അൺടിൽ, ഡി പോയിന്റ് ടുവേർഡ്സ്. അപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് അറിയാം ബ്രോഡ്കാസ്റ്റ് എന്നുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് റിപ്പീറ്റ് അൺടിൽ എന്ന് പറയുന്നത് കൺട്രോളിൽ വരുന്നതാണെന്നും പോയിന്റ് ടുവേർഡ്സ് എന്ന് പറയുന്നത് മോഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാം. ഒപ്പം നമുക്കിത് ഇവിടെ തന്നെ വ്യക്തമാണ്, ബുള്ളറ്റിൽ നമ്മൾ ഒരേ സവിശേഷതയുള്ള ഒന്നിലധികം രൂപങ്ങൾ തയ്യാറാക്കുന്നതിന്, സ്പ്രൈറ്റ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത് ക്രിയേറ്റ് ക്ലോൺ ഓഫ് മൈസെൽഫ് എന്ന ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ക്ലോൺ എന്നുള്ള ബി ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നോക്കാനുള്ളത് തുടർ പ്രവർത്തനമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, ഈ ഗെയിമിന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കളിച്ചതിൽ നിന്നും. അപ്പോൾ ഇവിടെ ഗെയിം ഒരിക്കലും 0 ബുള്ളറ്റ് ആയിക്കഴിഞ്ഞാൽ ഗെയിം സ്റ്റോപ്പ് ആകുന്നില്ല. നമുക്ക് വീണ്ടും അത് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബലൂൺ അവിടെ റാൻഡമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ ചോദ്യം തന്നിരിക്കുന്നത്, തയ്യാറാക്കിയ ഗെയിമിൽ ബുള്ളറ്റുകളുടെ എണ്ണം 0 ഗെയിം അവസാനിച്ചു എന്നത് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഗെയിം പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മളിപ്പോൾ പഠിച്ച സങ്കേതങ്ങൾ ഉപയോഗിച്ച് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ആ സ്റ്റേജിലേക്ക് വന്ന് നമ്മളിവിടെ തയ്യാറാക്കിയ ഈ കോഡ് വെച്ച് തന്നെ ഇതിൻ്റെ ഒരു ചെറിയ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് മറ്റൊരു രൂപത്തിലേക്ക് ഈ ഒരു ഭാഗത്തെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് ഈഫ് ദെൻ എന്നുള്ളതിനെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് ബുള്ളറ്റ്സിൻ്റെ എണ്ണം 0 ഗെയിം അവസാനിച്ചു എന്ന് വരണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് ഡ്രോപ്പിൽ പോയിട്ട് ഈ ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ബാക്ക് ഡ്രോപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബലൂണിൽ തയ്യാറാക്കിയ പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഗെയിം അവസാനിച്ചു എന്നുള്ളതിന് ഗെയിം ഓവർ എന്നുള്ള ഒരു
ലെറ്റർ അവിടെ എഴുതി വരണം, ഒരു വാക്ക്, ഒരു വേർഡ് അവിടെ എഴുതി വരാൻ ഉള്ളത് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കവിടെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിൽ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയ ബ്ലൂ സ്കൈ 2-ലാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓർ നമുക്ക് ക്ലിക്ക് ചെയ്യാതെ ഡ്രാഗ് ചെയ്തൊരു ബോക്സ് തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഗെയിം ഓവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ നിറം നീല നിറത്തിലായതുകൊണ്ട് ഇത് കാണാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. നമ്മളവിടെ എന്ത് ചെയ്യുക, കളർ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് റെഡ് കളറിലേക്ക് ഞാനൊന്ന് മാറ്റുകയാണ്. ഒപ്പം ഞാനൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അതല്ല ഒന്നുകൂടി എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടി എന്നുള്ളതിൽ തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. കാരണം എന്താണ്, ഞാൻ അതിൻ്റെ വലിപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ പ്രിവ്യൂവിൽ മാറ്റം വരുന്നത് നോക്കി അത് വരുന്ന രീതി കറക്റ്റാണ്, അലൈൻമെൻറ്റ് കറക്റ്റാണ് എന്ന് ഉറപ്പാക്കുക. ഉറപ്പാക്കിയതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്പോൾ നമുക്ക് രണ്ടാമതൊരു കോസ്റ്റ്യൂം കൂടെ വന്നിട്ടുണ്ട്. അഥവാ രണ്ടാമതൊരു കോസ്റ്റ്യൂം നല്ല, നമ്മൾ സ്റ്റേജിൻ്റെ കാര്യം ആയതുകൊണ്ട് ബാക്ക് ഡ്രോപ്പ് എന്നാണ് പറയേണ്ടത്. രണ്ടാമതൊരു ബാക്ക് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിതിൻ്റെ കോഡിങ്ങിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈഫ് ദെൻ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് എടുക്കുകയാണ്. ഈഫ് ദെൻ എന്നുള്ളൊരു ക്ലോസ് എടുത്ത് വയ്ക്കുന്നു. അവിടേക്ക് നമുക്ക് വേണ്ടത് ബുള്ളറ്റ്സ് 0 ആകുമ്പോൾ അഥവാ ഓപ്പറേറ്റേഴ്സിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ 3 എണ്ണം മുമ്പ് പരിചയപ്പെട്ടിരുന്നു. നമ്മളിതിൽ ആദ്യത്തെ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബുള്ളറ്റ്സിൻ്റെ എണ്ണം 0 ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. അവിടെ ഞാൻ അതെടുത്ത് വെച്ചു. ഇനി ബുള്ളറ്റ്സ് എന്നുള്ളത് വേരിയബിളാണ്, അതുകൊണ്ട് വേരിയബിൾസിൽ നിന്നും ഞാൻ ബുള്ളറ്റ്സ് എന്നുള്ളതും എടുത്തു വെച്ചു. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബുള്ളറ്റ്സ് ഈക്വൽ ടു 50 എന്നുള്ളതിൽ 50 മാറ്റി നമ്മൾ 0 ആക്കുകയാണ്. ഇത് ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ബുള്ളറ്റ്സ് 0 ആകുമ്പോൾ, 0 ആകുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഗെയിം അവസാനിച്ചു എന്ന് കാണിക്കണം. അപ്പോൾ പ്രദർശിപ്പിക്കണം. അപ്പോൾ ഗെയിം ഓവർ എന്ന് പറയുന്ന ഈ ഒരു കോസ്റ്റ്യൂം തന്നെ അവിടെ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് ബാക്ക് ഡ്രോപ്പ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ ഉറപ്പിക്കുക. ആദ്യത്തെ കോസ്റ്റ്യൂം ബ്ലൂ സ്കൈ എന്നുള്ളതാണ്, രണ്ടാമത്തെ ബ്ലൂ സ്കൈ 2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കോഡിലേക്ക് വന്ന് ലുക്സിലേക്കാണ് പോവേണ്ടത്. സ്വിച്ച് കോസ്റ്റ്യൂം ഓർ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് എന്നുള്ളതൊക്കെ ലുക്സിലാണ് വരിക. അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് 2 എന്ന് ഉള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് 2 എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്ത് അതിൽ ബ്ലൂ സ്കൈ 2 തന്നെ അല്ലേ എന്ന് ഉറപ്പാക്കുക. ഇനി അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റാവുന്നതാണ്. അപ്പോൾ ബാക്ക് ഡ്രോപ്പ് 2 എന്നുള്ളത് എടുക്കുന്നു, അത് ഇതിനുള്ളിലേക്ക് വെക്കുന്നു. ഇനി ഈ കോഡ് നമുക്ക് വർക്ക് ആവേണ്ടത് എപ്പോഴാണ്, 4 അവർ ഇത് വർക്ക് ആവണമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ശരിക്കും വർക്ക് ആവേണ്ടത് എപ്പോഴാണ്, വീണ്ടും 0 ആയതിനു ശേഷം നമ്മളൊന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോഴാണോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ല 0 ആയ ഉടനെ പ്ലേ ആവണോ എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ കോഡ് തയ്യാറാക്കേണ്ടത്. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇത് 0 ആയതിനു ശേഷം വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് പോലെയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇത് ഇവിടേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് 2 ബ്ലൂ സ്കൈ 2 എന്നുള്ള രീതിയിൽ മാറും. അപ്പോൾ എന്താവും, നമ്മൾ 0 ആയതിനു ശേഷം ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മാറി ഗെയിം ഓവറായിട്ട് മാറും. പക്ഷേ ഗെയിം ഓവർ എന്ന് എഴുതി കാണുകയുള്ളൂ, ഗെയിം അവസാനിക്കണം എന്നുള്ളൊരു സംഗതി നമ്മുടെ ചോദ്യത്തിൽ അത്രയ്ക്ക് അത് കൃത്യമായിട്ട് അതുകൂടി പറഞ്ഞിട്ടില്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന ഗെയിം അവസാനിച്ചു എന്ന് എഴുതി കാണിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒപ്പം ഗെയിം നിർത്തുകയും, അതായത് മുഴുവൻ കോഡുകളും നിർത്തുകയും കൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും നമുക്ക് അവസാനിച്ചു എന്നുള്ള രീതിയിൽ വരണം. അപ്പോൾ സ്റ്റോപ്പ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഈ സ്റ്റോപ്പ് ഓൾ എന്ന് പറയുന്ന കൺട്രോളിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലോക്ക് എടുത്ത് നമ്മൾ ഇതിലേക്ക് തന്നെ കൂട്ടിച്ചേർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും, ഈ ഒരു ഗെയിം ഓവർ എന്ന് കാണിക്കും. മുഴുവൻ കോഡുകൾ, അത് ഈ ഒരു സ്പ്രൈറ്റിൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് ഡ്രോപ്പിൻ്റെയോ മാത്രമല്ല, എൻറ്റയർ ഗെയിമിൻ്റെ ഉള്ളിലുള്ള, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കോഡുകളും അവിടെ സ്റ്റോപ്പ് ആവുക തന്നെ ചെയ്യും. അതിനുള്ളതാണ് ഇവിടെ ഇതിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഇത് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ
നേരെ ഗെയിം ഓവർ എന്ന് പറയുന്ന ആ ഒരു ബാക്ക് ഡ്രോപ്പ് വരും. പക്ഷേ വീണ്ടും പുതിയൊരാൾ വന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ബാക്ക് ഡ്രോപ്പ് മാറി വീണ്ടും ബ്ലൂ സ്കൈ 1 തന്നെ വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം കൂടെ അതിൽ ചെയ്യാനുണ്ട്. ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് എടുക്കുന്നു. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ലുക്സിൽ നിന്നും സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു എന്നുള്ളത് എടുത്ത് അതിലെ ബ്ലൂ സ്കൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത്ര കൂടി നമ്മൾ എടുത്ത് വെച്ചാൽ മാത്രമാണ് ഇത് വീണ്ടും ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് പഴയ രീതിയിലുള്ള ഈ ഒരു രീതിയിലേക്ക് മാറുക. അതല്ലെങ്കിൽ നമ്മൾ ഗെയിം ഓവർ എന്നുള്ള ആ ഒരു ബാക്ക് ഡ്രോപ്പ് മാറി പഴയത് വരില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി എടുത്ത് പറയാം. ഈ 0 എന്ന് പറയുന്ന ഒരു നമ്പർ ബുള്ളറ്റ്സിൽ വന്നതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം ഓവർ എന്ന് കാണുന്ന രീതിയിലേക്കാണ് ഞാൻ ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് ഇവിടെ പരീക്ഷിച്ച് നോക്കുക കൂടി ചെയ്യാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഗോ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് എണ്ണം തീർക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ബുള്ളറ്റിൻ്റെ എണ്ണം തീർക്കുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 0 0 ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വെൻ സ്റ്റേജ് ക്ലിക്കഡ് എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഗെയിം ഓവർ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് മുഴുവൻ കോഡുകളും നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കാം. ഈ പറയുന്ന ബലൂണുകൾ എവിടെയാണോ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അത് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഈ സ്റ്റോപ്പ് ഓൾ എന്ന് പറയുന്ന ഈ ഒരു കോഡ് വെച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് 0 ആവുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കണമെന്നാണെങ്കിൽ ഈ കോഡിന് തന്നെ നമുക്കൊന്നുകൂടി മാറ്റാം. ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അതിനെ ഞാൻ സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ആക്കിയിട്ട് തന്നെ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഒന്ന് എടുക്കുകയാണ്. ഇനി ഈ ഒരു കോഡ് ഫോറെവർ വർക്കാവണം എന്നുള്ള രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് മറ്റേത് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന വെൻ സ്റ്റേജ് ക്ലിക്ക്ഡ് എന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ ഗെയിം അവസാനിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം കാണിച്ചു തന്നു. അതല്ല 0 ആവുന്ന അടുത്ത സെക്കൻഡിൽ ഗെയിം ഓവർ എന്ന് എഴുതുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൺട്രോളിൽ നിന്നും ഫോറെവർ ലൂപ്പ് എടുത്ത് വയ്ക്കുകയും ഈ ഒരു കോഡ് ബ്ലോക്ക് ഫുള്ളായിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയും ചെയ്യാണ്. ഇനി ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ബുള്ളറ്റുകൾ തീർക്കുകയാണ്. നമുക്കത് ഒരു ഹൈലൈറ്റിംഗ് കളറിൽ ഇവിടെ കാണാം കോഡുകൾ വർക്കാവുന്നത്. ഇവിടെ ഒരു ബുള്ളറ്റായി മാറി. ഇനി അടുത്തത് 0 മാറുകയാണ്. 0 ഞാനിതാ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്ത അടുത്ത സെക്കൻഡ് ഇത് ഗെയിം ഓവർ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് സ്റ്റോപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ട് കോഡും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആദ്യത്തെ സെറ്റിൽ വീണ്ടും സ്റ്റേജിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വീണ്ടും ശ്രമിക്കുമ്പോൾ എഴുതി കാണിക്കും. രണ്ടാമത്തതിൽ 0 ആയാൽ ഉടനെ അത് എഴുതി കാണിക്കുകയും മുഴുവൻ കോഡുകളും സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിൽ തന്നെ 0 ആയാൽ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ഓൾ എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഗെയിമിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ ഞാനൊരു 0.5 സെക്കൻഡ് എന്നുള്ളത് കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ നമ്മൾ 0 ആയാൽ ആ ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ഉടനടി ഇത് മാറുകയാണ് ചെയ്തിരുന്നത്. നമുക്ക് ഈ രീതിയിലൊക്കെ ഗെയിമിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഞാനിവിടെ വീണ്ടും സെലക്ട് ചെയ്തു. നാല് 3 2 1. ഇനി അടുത്തത് ഞാൻ ക്ലിക്ക് ചെയ്യണം. 0 ആയി ഗെയിം ഓവർ എഴുതി ഒരു 0.5 സെക്കൻഡിന് ശേഷമാണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഗെയിം കുറച്ചും കൂടെ വൃത്തിയായിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് ഒറ്റയടിക്ക് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്
കാണുന്നതിലും കുറച്ചുകൂടി സുഖകരമാണ് ഒരു 0.5 സെക്കൻഡ്, അതല്ലെങ്കിൽ ഇതിലും കുറയ്ക്കാം, 0.25 അങ്ങനെയുള്ള രീതിയിലേക്ക്, 0.25 എന്നുള്ള രീതിയിലേക്ക് നമുക്കത് മാറ്റാം. അപ്പോൾ 1 സെക്കൻഡ് 4 ഭാഗമേ ഉള്ളൂ. അത്രയും സമയം എടുത്തിട്ടാണ് ഇത് സ്റ്റോപ്പ് ആവുന്നുള്ളൂ. ഗെയിം ഓവർ എന്ന് എഴുതി കാണിച്ച് അത്രയും സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ആവുന്ന രീതിയിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ തയ്യാറാക്കുന്നവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇങ്ങനെ ഗെയിമിനെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കിയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിമുകൾ അല്ലേ, അത് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മളിവിടെ ഡബിൾ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് തയ്യാറാക്കിയത്. ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് പുതിയ പുതിയ കോഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറച്ച് കോഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇത് തയ്യാറാക്കി നോക്കുക. നന്ദി.